ഇത് മാസ് മോട്ടോഴ്സിനാണ്, നമ്മുടെ ഹീറോ എഡ്ജ്, മാസ്റ്റർ എഡ്ജാണ് വണ്ടി ചെറിയൊരു മിസ്സിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് അത് നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, അതിൻ്റെ എൻജിൻ ഓയിലൊക്കെ മാറേണ്ട കിലോമീറ്റർ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓയിൽ ലെവൽ നമ്മൾ നോക്കുമ്പോൾ ലെവലിൽ ഒരു അല്പം കുറവ് കാണിച്ചാൽ നമ്മളൊന്ന് അയച്ചു നോക്കിയതുണ്ടോ. അപ്പോൾ കിലോമീറ്റർ വെച്ച് നോക്കുമ്പോഴും ഏകദേശം ഒരു 4000 കിലോമീറ്ററിന് മുകളിലായിട്ടുണ്ട്. അപ്പോൾ കൂട്ടത്തിൽ ഓയിൽ എന്തെങ്കിലും മാറുന്നുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ പിന്നെ പറഞ്ഞേക്കണം നമ്മളതിൻ്റെ വെച്ചാൽ ഒരു മിസ്സിങ് വലിയ കുറവ് പോലെ പറഞ്ഞേക്കണം. അപ്പോൾ നമ്മളതിൻ്റെ എയർ ഫിൽട്ടർ കാർബറേറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എയർ ഫിൽട്ടറൊക്കെ ആയാലും വലിയ കംപ്ലയിൻ്റ് എന്ന് പറയാവുന്ന കണ്ടീഷനൊന്നുമില്ല, വലിയ പഴക്കമൊന്നും ആയിട്ടില്ല. അതേപോലെ പ്ലഗ് ആയാലും ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റാം. കാർബറേറ്റർ യൂണിറ്റ് നമ്മളൊന്ന് അയച്ച് ക്ലീൻ ആക്കി ഇടുന്നുണ്ട്, ക്ലീനറൊക്കെ വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഈ കാർബറേറ്ററിൻ്റെ ഇൻസുലേറ്റർ ഇവിടെ ഒന്ന് ചെറുതായിട്ട് പൊട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ എയർ വലിക്കുന്നുണ്ട്. അപ്പോൾ അതും ഒന്ന് ക്ലിയർ ചെയ്തിടാം. അതിന് ശേഷം നോക്കിയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കിയിട്ട് പറയാം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ വേറെ പ്രത്യേകിച്ച് അതിൻ്റെ കംപ്ലയിൻ്റ് ആയിട്ട് നമുക്ക് തോന്നണില്ല. ചെറിയൊരു വലിയുടെ വ്യത്യാസം കാണിക്കുന്നത് എയർ ബ്ലോക്ക് ആയിട്ടുള്ളൊരു കണ്ടീഷനാണ് തോന്നിയായിരുന്നത്. അപ്പം ആ സെക്ഷൻ അങ്ങോട്ട് കറക്റ്റ് ക്ലിയർ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ വാട്ടർ സർവീസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഓയിൽ ചേഞ്ചും അതിൻ്റെ കൂട്ടത്തിൽ കൂടെ ഇപ്പോൾ ചെയ്തു പോകുന്നുണ്ട്. കാരണം അതല്ലെങ്കിൽ നമ്മളത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഓൾറെഡി ഇപ്പോൾ തന്നെ ഓയിൽ കുറവാണ്. പിന്നെ നമ്മൾ ഓടി കഴിയുമ്പോഴത്തേക്കും എന്തെങ്കിലും നമുക്കൊരു മേജർ കംപ്ലയിൻറ്റിലേക്കൊക്കെ വരും. അപ്പോൾ കൂട്ടത്തിൽ കൂടെ ഓയിലൊന്ന് മാറ്റി വിടുന്നുണ്ട് കേട്ടോ.